തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സ്വന്തം മക്കൾ സമാധിയിൽ ഇരുത്തിയിരിക്കുന്നു. എന്നിട്ട് പോസ്റ്റർ എഴുതി ഒട്ടിച്ചുകൊണ്ട് നാട്ടുകാരെയും ബന്ധുക്കളെയും അറിയിച്ചിരിക്കുകയാണ് തങ്ങളുടെ അച്ഛൻ സമാധിയിലായി എന്നുള്ളൊരു വാർത്ത. ഈ ഒരു വാർത്ത ആദ്യം കേട്ടപ്പോൾ എനിക്കൊരു തമാശയും കൗതുകവുമാണ് തോന്നിയത്. പിന്നെയാണ് ഇത് എത്രത്തോളം ഒരു സീരിയസ് ആയി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് തോന്നിയത്. കാരണം നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംശയിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനേകായിരം സമാധികൾ കേരളത്തിൽ പലയിടങ്ങളിലുമായി പൊന്തി വരും. അപ്പോൾ ആ ഒരു കാര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് നിയമപരമായി അന്വേഷിച്ചുകൊണ്ട് വാസ്തവം കണ്ടെത്തേണ്ടത് ഏറെ അത്യാവശ്യമാണ്. 1892 സ്വാമി വിവേകാനന്ദൻ കേരളത്തെ മതഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് അക്കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പേരിലാണ്. ഇന്നും കേരളത്തിലെ ചില മേഖലകളിലെങ്കിലും അതേ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തുടരുന്നുണ്ട് എന്നുള്ളത് ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ്. മനുഷ്യൻ പുരോഗതി കൈവരിച്ച് അങ്ങ് ചൊവ്വയിലും സൂര്യൻ അടുത്തോളം വരെ എത്തി. എന്നിട്ടും ചില മനുഷ്യ മനസ്സുകൾ ഇപ്പോഴും വികസിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് വിശ്വാസം വേണം, തീർച്ചയായും. ഹിന്ദു വിശ്വാസം അല്ലെങ്കിൽ ഹിന്ദു മതം എന്നുള്ളത് ഏറെ നല്ല ഒരു മതം തന്നെയാണ്. ഞാൻ ഉൾപ്പെടുന്ന ഹിന്ദു മത സമൂഹം ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നപ്പോൾ തീർച്ചയായും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഈ സമാധി എന്താണെന്നുള്ളത് ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ പല പ്രശസ്തരായ വ്യക്തികളും സമാധി ചെയ്തിട്ടുണ്ട്. വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരു, ശ്രീബുദ്ധൻ തുടങ്ങിയ മഹത് വ്യക്തികൾ, ഇവരെല്ലാവരും തന്നെ സമൂഹത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. എന്താണ് അഹം എന്നുള്ളത്, അഹം ബ്രഹ്മാസ്മി എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു ബന്ധം എന്നുള്ളത്, എന്താണ് ധ്യാനത്തിന്റെ മഹത്വം, മെഡിറ്റേഷൻ എന്താണ്, മെഡിറ്റേഷനിൽ നിന്ന് നമുക്കൊരു പരമാനന്ദം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് അടുക്കുന്നുണ്ട്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് എന്താണ്, നമ്മിലും ഒരു ദൈവാംശമുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ്. ഇത് തന്നെയാണ് ഇവരെല്ലാം ഇവരുടെ കർമ്മപാതയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി ഇപ്പോൾ സമാധിയിൽ ഇരുത്തി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം ഒന്ന് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു. അദ്ദേഹം ഈ ഒരു അമ്പലം കെട്ടിപ്പണിതത് മറ്റുള്ളവരിൽ നിന്ന് പണപ്പിരിവ് നടത്തിക്കൊണ്ടാണ്. അപ്പോൾ പിന്നെ ഇദ്ദേഹം ചെയ്തിട്ടുള്ള നന്മകളും അല്ലെങ്കിൽ നല്ല പ്രവൃത്തികളും ഒന്നും ഈ നാട്ടുകാരൊന്നും പറഞ്ഞ് നമ്മൾ കേൾക്കുന്നില്ല. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തിയെ സമാധിയിലാക്കുന്നത്, അല്ലെങ്കിൽ എന്ത് നേട്ടമാണ് ഒരു മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ മനുഷ്യൻ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം തരാൻ പറ്റുമോ? ഇതുപോലെ ആർക്ക് വേണമെങ്കിലും സമാധി ആവാം, ഒരു അമ്പലം കെട്ടിപ്പടുക്കാം, എല്ലാവരും വന്ന് പ്രാർത്ഥിക്കും, അവിടെ പണമിടും. അങ്ങനെ പണസമ്പാദനത്തിലുള്ള നല്ലൊരു മാർഗമായി മനുഷ്യന്റെ വിശ്വാസങ്ങളെ ഒരിക്കലും ചൂഷണം ചെയ്യരുത്. ഇതിനെതിരെ തീർച്ചയായിട്ടും സംസാരിക്കണം. ഇങ്ങനെ ഒരു മനുഷ്യന്മാരും മറ്റുള്ള പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യാൻ അനുവദിക്കരുത്. പറ്റിക്കപ്പെടാൻ ഇനി കേരള സമൂഹം നിന്നു കൊടുക്കരുത് എന്നുള്ളതാണ്. നമുക്കൊക്കെ വിശ്വാസം വേണം, അമ്പലങ്ങൾ വേണം, ദൈവങ്ങൾ വേണം. പക്ഷെ അത് ഒരു വരുമാന മാർഗമായിക്കൊണ്ട് അല്ലെങ്കിൽ പണത്തട്ടിപ്പിന് വേണ്ടി ഇത്തരത്തിലുള്ള മാർഗം സ്വീകരിക്കുന്നവരെ തീർച്ചയായും നമ്മൾ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരിക തന്നെ വേണം. ഓക്കെ, ഈ ധ്യാനം എന്നൊക്കെ പറയുന്നത് അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ആ ഒരു ധ്യാനത്തിന്റെ അവസാന ഘട്ടം അല്ലെങ്കിൽ സമാധിയിൽ എത്തിപ്പെടാനൊക്കെ ആയിട്ട് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ഒരു സാധാരണ മനുഷ്യന് അവിടെ എത്തിപ്പെടാനായിട്ട് അത്ര എളുപ്പമൊന്നുമല്ല. പിന്നെ ഇവരുടെ ഈ ഒരു കുടുംബത്തിന്റെ ആ മാധ്യമ പ്രവർത്തകരോടും പോലീസുകാരോടും ഒക്കെ ഇടപെടുന്ന ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഇവർ അത്രത്തോളം ഒരു നല്ല മനുഷ്യരായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം ഇതുപോലെ ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറെ സംയമനം ഉണ്ടാകും. അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ നമുക്കൊരു ദൈവികത ഫീൽ ചെയ്യും. പക്ഷെ ഈ ഒരു കുടുംബത്തിലെ ഈ സഹോദരന്മാരുടെയും ഈ അമ്മയുടെയും ഒരു സംസാര രീതി കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നുന്നില്ല. നമ്മൾ കേൾവിയില്ലാത്ത ഒരു കാര്യമാണ് ഇവർ സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പറഞ്ഞു ഫലിപ്പിക്കാൻ നോക്കുന്നത്. ഇവര് ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നാം എല്ലാവരും ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ മാനിക്കേണ്ട ഒരു കാര്യമുണ്ട്.
അപ്പോൾ നിയമപരമായി ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തുകൊണ്ട് ഇവർ ഭയക്കുന്നു? പിന്നെ ഈ മനുഷ്യൻ സമാധിയിലായി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സമാധിയിലാകാൻ പോകുന്ന ഈ ഒരു വ്യക്തി പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മരുന്ന് കഴിച്ചു, ഇൻസുലിൻ എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു കേസിൽ ലോജിക്കില്ലായ്മ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ഈശ്വരനിൽ ലയിക്കാൻ പോകുന്ന ഒരു വ്യക്തി എന്തിനു വേണ്ടിയിട്ടാണ് മരുന്ന് കഴിക്കുന്നത്? ഈശ്വരനെക്കാട്ടിലും വലുതാണോ മരുന്ന്? ഇത്രത്തോളം ഭക്തിയൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ മരുന്നിലല്ലല്ലോ വിശ്വസിക്കേണ്ടത്, ഈശ്വരനിലല്ലേ വിശ്വസിക്കേണ്ടത്. അവിടെ തന്നെ എന്തോ ഒരു സംശയം മണക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ഒരു കേസ് നിയമപരമായി മുന്നോട്ട് തന്നെ പോട്ടെ. എല്ലാ ഹിന്ദുമത വിശ്വാസികളും ഈ ഒരു കാര്യം, ഈ ഒരു സത്യം തെളിയുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് തന്നെ വരണം. കാരണം ഹിന്ദുമതത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അത് വെറും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇത് വിശ്വാസത്തെ ഹനിക്കല്ല. ഹിന്ദുമതം എന്താണെന്നുള്ളത് ലോകത്തിന് മുമ്പിൽ ഈ ഒരു സത്യം തെളിഞ്ഞിട്ട് വേണം കാണിച്ചു കൊടുക്കണമെങ്കിൽ. നാം എല്ലാവരും ഹിന്ദുമത വിശ്വാസികളാണല്ലേ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റേ ആരെങ്കിലും ചെയ്തതായിട്ട് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, സമാധിയിലായിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മഹത് വ്യക്തികളാണ്. ധ്യാനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് അവർ സമാധിയിലായിട്ടുള്ളത്. അങ്ങനെ ഒരു സാധാരണ മനുഷ്യന് അസാധാരണമായ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്ന് ലോകത്തിന് മുമ്പിൽ തെളിയട്ടെ. തെളിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാം. അതുവരെയും ഈ ഒരു കേസ് തെളിയാതെ തന്നെ കിടക്കും, ഒരു ചോദ്യചിഹ്നമായി. അപ്പോൾ നിയമപരമായി ഈ കേസ് മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.